dear children, welcome to Kids Area Online. Class 4 കുട്ടികൾക്ക് LSS എക്സാം വരികയാണ്. അപ്പോൾ LSS എക്സാമിന്റെ ക്ലാസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായി സ്പെഷ്യൽ ക്ലാസ്സസ് നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന കോഴ്സ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദി ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ്, ഹിന്ദി ലെറ്റേഴ്സും അതുപോലെ തന്നെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുവാനും പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, കുട്ടികൾക്ക് ഗ്രാമർ അത്യാവശ്യമാണ്. പഠിക്കേണ്ട സമയത്തുള്ള എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും നൽകുന്നുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം വരുന്നത് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. എല്ലാവരും ഓർമ്മയിൽ വെച്ചേക്കുക, ഏപ്രിൽ മെയ് വെക്കേഷനിൽ ഈ സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ ന്യൂമറൽസ് ആണ്. No numbers in this clock. Numbers there. They are the Roman numerals. ഈ ക്ലോക്കിൽ നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പറയാണ്, ടീച്ചർ പറയാണ് നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ ഇത് റോമൻ നമ്പേഴ്സാ എന്ന് പറയുക. ഈ കാണുന്നത് കണ്ടോ, എക്സ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടോ, വി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടോ? ഇതെന്താണ്? റോമൻ നമ്പേഴ്സ് ആണ്. ക്ലോക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ക്ലോക്കിൽ കണ്ടിട്ടുണ്ടോ? റോമൻ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടോ? ക്ലോക്കിൽ, വാച്ചിൽ കണ്ടിട്ടുണ്ടോ? വാച്ച്, ക്ലോക്ക്, ഇതിലൊക്കെ റോമൻ നമ്പേഴ്സ് പൊതുവെ കാണാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 4ാം ക്ലാസ് അല്ലേ? 4ാം ക്ലാസ് റോമൻ നമ്പറിൽ എഴുതുമല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ എഴുതാറുണ്ടോ? റോമൻ നമ്പർ 4 എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റോമൻ ന്യൂമറൽസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾ 1 മുതൽ 10 വരെ നല്ലതുപോലെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വളരെ ഈസിയാണ്. ആദ്യം എന്താ പഠിക്കേണ്ടേ? 1 മുതൽ 10 വരെ വളരെ എളുപ്പമാണ്. 1 എന്ന് പറയുന്നത് 1 പോലെ തന്നെയാണ്. കണ്ടോ, ഒരു വര 1, 2 എന്ന് പറയുമ്പോൾ 2 വര, 3 എന്ന് പറയുമ്പോൾ 3 വര. ഇത്രയും കാര്യം ഓർമ്മയിരിക്കോ? 1 2 3, 1 2 3. 1ന് 1 ലൈൻ, 2ന് 2 വര, 3ന് 3 വര. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 4 ആണ്. 4 പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പഠിക്കാം? 5 നോക്കി, 5 വി എന്നതുപോലെയാണ് 5 എഴുതുക. വിയുടെ ലെഫ്റ്റ് സൈഡ് ഒരു 1 കൂടി ഇട്ടാൽ 4 ആയി. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താ? 1 വി പോലെ എഴുതുന്നതാണ് 4. 5 എന്ന് പറഞ്ഞാൽ ദാ ഈ വി പോലെ. ഇത്രയും കാര്യം ക്ലിയർ ആണോ? 1 2 3. 4 എന്ന് പറഞ്ഞാൽ 1 എഴുതിയ ശേഷം വി ഇടണം. അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിക്കുക, 5 നോക്കുക. 5 എന്താ? വി മാത്രമാണ്. അപ്പോൾ 5ന് മുമ്പിലുള്ള 4 എന്ന് പറയുന്നത് 5ന് പുറകിലൊരു 1 ഇട്ടാൽ മതി. 5ന് പുറകിലുള്ള 4 എന്ന് പറയുന്നത് 5ന് പുറകിലൊരു 1 ഇട്ടാൽ മതി. ഇനി 5 കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 5ൻ്റെ കൂടെ 1 ഇട്ടാൽ 6. ഇത് പുറകിലാവുമ്പോൾ 4, അടുത്ത ഫ്രണ്ടിൽ വരുമ്പോൾ 6. ഓക്കെ, 5ൻ്റെ പുറകിൽ വന്നാൽ 4, 5 കഴിഞ്ഞിട്ട് വന്നാൽ 6, 5 കഴിഞ്ഞ് 2 ലൈൻ വന്നാൽ 5 6 7, 5 കഴിഞ്ഞ് 3 ലൈൻ വന്നാൽ 5 6 7 8. ഉണ്ട് ഇവിടെ 3 ലൈൻസ് എന്ന് പറഞ്ഞാൽ 3, 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ 2, 1 ലൈൻ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 5 കഴിഞ്ഞ് 1 ലൈൻ വന്നാൽ 6, 5 കഴിഞ്ഞ് 2 ലൈൻ വന്നാൽ 7, 5 കഴിഞ്ഞ് 3 ലൈൻ വന്നാൽ 8. പക്ഷെ ഇവിടെ പുറകിലാവുമ്പോൾ എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. അതാണ് 4 വന്നത്. ഓക്കെ, ഇത് 5 ആണ്. 5ൻ്റെ പുറകിൽ വന്നതിൻ്റെ അർത്ഥം എന്താ? 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്തായി? 4 ആയി. ഓർമ്മയിരിക്കോ? ഇനി 5ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4. കഴിഞ്ഞ വർഷം ചോദിച്ചു ഈ ക്വസ്റ്റ്യൻ, ഈ വർഷവും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, 100 വരെ നമുക്ക് പഠിക്കണം. വളരെ എളുപ്പത്തിൽ ടീച്ചർ പറഞ്ഞു തരാം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോവാം. ഇത്രയും കാര്യം മനസ്സിലായോ? 8 വരെ മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ 1 2 ലൈൻസ് വന്നാൽ 2, 3 ലൈൻസ് വന്നാൽ 3. 4 എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 1 കുറയ്ക്കുന്നത്. 5ൽ നിന്ന് 1 കുറച്ചാൽ 4, 5. ഇനി 1 കൂട്ടുകയാണ്. 5നോട് 1 കൂട്ടിയാൽ 6, 5നോട് 2 കൂട്ടിയാൽ 7, 5നോട് 3 കൂട്ടിയാൽ 8.
അടുത്ത് നമ്മൾ ഇവിടെ തന്നെ 10 നോക്കാം. എക്സ് പോലെയാണ് 10. എക്സിൽ നിന്ന് 1 കുറയ്ക്കുക, അത് 1 പുറകിൽ എഴുതുക. അപ്പോൾ എന്തായി? 9. എക്സിൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ എന്താണ്? 9. എക്സ് എന്ന് പറഞ്ഞാൽ 10. എക്സിനോട് 1 കൂട്ടിയാൽ 11. എക്സിനോട് 2 കൂട്ടിയാൽ 12. ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ 4. എക്സിൽ നിന്ന് 1 കുറച്ചാൽ 9. കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പുറകിൽ എഴുതും. എക്സിന്റെ പുറകിൽ എഴുതും, 5ന്റെ പുറകിൽ എഴുതും. അപ്പോൾ 1 കുറയും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? 1, 2, 3. 5ൽ നിന്ന് 1 കുറച്ച് 4. 5. 5നോട് 1 കൂട്ടി 6. 5നോട് 2 കൂട്ടുമ്പോൾ 7. 5നോട് 3 കൂട്ടുമ്പോൾ 8. ഇനിയോ 10ൽ നിന്ന് 1 കുറച്ച് 9. ഇത് 10. ഇനി 10നോട് 1 കൂട്ടി 11. 10നോട് 2 കൂട്ടി 12. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് 1 എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? 1 തന്നെയാണ്. വി ആയിട്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? 5. എക്സ് ആയിട്ട് സൂചിപ്പിക്കുന്നത് എന്താ? 10. 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 5 എന്ന് പറയുന്നത് വി ആണ്. 10 എന്ന് പറയുന്നത് എക്സ് ആണ്. ഇത് ഓർമ്മിച്ച് വെച്ചേക്കുക. 1 എന്ന് പറയുന്നത് 1 പോലെ തന്നെ, 5 എന്ന് പറയുന്നത് വി ആണ്, 10 എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി 4 എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായല്ലോ? 5ൽ നിന്ന് 1 കുറയ്ക്കുന്നത് 4. 10ൽ നിന്ന് 1 കുറയ്ക്കുന്നത് 9. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇത്രയും കാര്യം 10 വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മുന്നോട്ട് പഠിക്കാൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വരെ ക്ലിയർ ആണല്ലോ? 5ൽ നിന്ന് 1 കുറച്ചാൽ 4. 5നോട് 1 കൂട്ടിയാൽ 6. 5നോട് 2 കൂട്ടിയാൽ 7. 5നോട് 3 കൂട്ടിയാൽ 8. 10ൽ നിന്ന് 1 കുറച്ചാൽ 9. ഇത് 10. ഓക്കെ, നോക്കാം. വളരെ എളുപ്പം. 1 മുതൽ 10 വരെ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ന് എന്താണെന്ന് നമുക്കറിയാം? എക്സ് ആണെന്ന് അറിയാം. 10ന് എന്താ? എക്സ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1, 2, 3യുടെ പുറകിൽ എക്സ് കൊടുത്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് അതുപോലെ വന്നിട്ടുണ്ട്. 11 മുതൽ 20 വരെ എഴുതാൻ. അതിന് പുറകിൽ എന്ത് ചെയ്താൽ മതി? ഈ 10ന്റെ എക്സ് കൊടുത്താൽ മതി. x1 11, x2 കണ്ടോ, ഇത് 12, 13, 14, 15, 16, 17, 18, 19. 2x വന്നാൽ 20. 2x വന്നാൽ എന്താ? 20. അപ്പോൾ ഇത് 11, 10, 11, 12, 13, 14. അവിടെ 10 വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 1, 2, 3യുടെ പുറകിൽ x കൊടുക്കുക. 11. x 2 കൊടുത്താൽ 12. x കഴിഞ്ഞ് 3 വര കൊടുത്താൽ 3. x കഴിഞ്ഞ് 4 എഴുതിയാൽ 14. x കഴിഞ്ഞ് 5 എഴുതിയാൽ 15. x കഴിഞ്ഞ് 6 എഴുതിയാൽ 16. x കഴിഞ്ഞ് 7 എഴുതിയാൽ 17. x കഴിഞ്ഞ് 8 എഴുതിയാൽ 18. x കഴിഞ്ഞ് 9 എഴുതിയാൽ 19. x കഴിഞ്ഞ് 10 എഴുതിയാൽ 20. 2x ചേർന്നാൽ 20. ക്ലിയർ ആണോ? ഇനി അടുത്ത് 21, 22 എഴുതാൻ എളുപ്പമാണ്. 20 എങ്ങനെയാ? 2x. അപ്പോൾ 21 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? 1, 2, 3, 4 ഇവിടെ ഉണ്ട്. പുറകിൽ 2x കൊടുത്താൽ മതി. ഓക്കെ, xx അടുത്ത് 1, xx 2, xx 3, xx 4, xx 5, xx 6, xx 7, xx 8, xx 9, xx x. 3x ആവും. 30 ആവുമ്പോൾ എത്ര x ആവും? 3x ആവും. ഓക്കെ, ക്ലിയർ ആണോ? 10, 10, 10, 3, 10, 30. മനസ്സിലായോ? 10 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? 11, 12, 30ൽ ഓരോ x, ഈ 1, 2, 3യുടെ പുറകിൽ ഓരോ x കൊടുത്താൽ മതിയായിരുന്നു. 21, 22, 23ൽ എന്താണ്? 20ക്ക് 2x ഉള്ളത് കൊണ്ട് 2x കൊടുത്ത് പോവുക. 30 വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, 30ക്ക് 3x അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1, 2, 3 പുറകിൽ 3x കൊടുക്കുക. കണ്ടോ? 3x, 31, 32. ഇത് 30 ആണ്. 3x വന്നാൽ 30 ആണ്. അതാണ് 31, 32, 33, 34, 35, 36, 37, 38, 39. ഇനി ഇവിടെ 40 വരുമ്പോൾ മാറും. 40 വരുമ്പോൾ മാറും. 40 വരുന്നത് മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ അടുത്ത സ്റ്റെപ്പ് പോയിട്ട് പറഞ്ഞു തരാം. ഇവിടെ എന്താ വരിക? നമ്മൾ 4x എഴുതത്തില്ല. ആ x കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? L കൊടുക്കണം. x എന്ന് പറഞ്ഞാൽ 10 ആണ്. 40, 20 ഇതൊക്കെ 10ൽ വരുന്നത്. അതുകൊണ്ട് x കൊടുത്തിട്ട് എന്ത് ചെയ്യണം?
എൽ കൊടുക്കണം. അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ XL. 40 എന്ന് പറഞ്ഞാൽ XL. അതായത് എൽ എന്ന് പറഞ്ഞാൽ 50. 50യിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 40 എന്നാണ് അർത്ഥം. പുറകിൽ എഴുതിയാൽ കുറയ്ക്കുക എന്നാണ്. അപ്പോൾ XL എന്ന് പറയുമ്പോൾ എൽ എന്ന് പറയുന്ന 50യിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 40 എന്നാണ് ഇവിടെ വരുന്നത്. XL. ഓക്കെ. ഇവിടെ 4 എന്ന് പറയുമ്പോൾ 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4. ഇവിടെ 10ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 9. അതുപോലെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 50. 50ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 40 എന്നാണ് ഇവിടെ. അതിൻ്റെ അർത്ഥമാണ് XL. അപ്പം എൽ എന്ന് സൂചിപ്പിക്കുന്നത് 50 ആണ്. അത് ടീച്ചർ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായോ? 31. 30 എന്ന് പറയുന്നത് 3x ആണ്. 31, 32, 33, 34, 35, 36, 37, 38, 39. ഇത് 40 എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്നത് 50 ആണ്. 50ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ അത് എക്സ് കുറയ്ക്കുമ്പോൾ അതാണ് XL 40. അടുത്തത് നോക്കാം. XL എന്ന് പറയുന്നത് 40 ആണ്. ഇനി 1 2 3 പുറകിൽ എന്ത് ചെയ്താൽ മതി? XL ചേർത്താൽ മതി. 40 എന്ന XL ചേർത്താൽ മതി. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ടീച്ചർ പറഞ്ഞു എൽ എന്ന് പറയുന്നത് 50 ആണ്. എല്ലിന് എന്തിനെ സൂചിപ്പിക്കുന്നു? 50യെ സൂചിപ്പിക്കുന്നു. റോമൻ നമ്പർ എൽ എന്തിനെ സൂചിപ്പിക്കുന്നു? 50യെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 50ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 40. XL 40, XL 40, L 50. ഇപ്പോൾ 41, 42 എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? 40 എന്ന XL ഈ 1 2 3 പുറകിൽ ചേർക്കുക. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോകാവൂ. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് 100 വരെ പഠിക്കാം. 10 എന്ന് പറഞ്ഞാൽ എന്താ? X ആണ്. 20 എന്ന് പറഞ്ഞാൽ XX. 30 എന്ന് പറഞ്ഞാൽ XXX. 40 എന്ന് പറഞ്ഞാൽ XL. 50 എന്ന് പറഞ്ഞാൽ L. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇതുവരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 100 വരെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 1 2 3 പുറകിൽ ചേർക്കേണ്ട 60, 70, 80, 90 നോക്കാം. നോക്കിയേ, L കഴിഞ്ഞിട്ട് X കൊടുക്കുക, അതായത് കൂട്ടിപ്പോവുക. L എന്ന് പറഞ്ഞാൽ 50. 50യോട് 10 കൂട്ടുമ്പോൾ 60. 50യോട് 2x, അത് 20 കൂട്ടുമ്പോൾ ഇവിടെ 10 കൂട്ടിയപ്പോൾ 60. 50യോട് 20 കൂട്ടിയപ്പോൾ 70. 50യോട് 30 കൂട്ടിയപ്പോൾ 80. ഓക്കെ. 50 എന്ന് പറഞ്ഞാൽ 50 എന്ന് സൂചിപ്പിക്കുന്ന L ആണ്. 50 എന്ന് പറഞ്ഞാൽ L. Lനോട് 10 കൂട്ടിയപ്പോൾ 6. കൂട്ടുക എന്ന് പറഞ്ഞാൽ മുന്നിലോട്ട് പോവുക. പുറകിലോട്ട് വന്നാൽ കുറയ്ക്കേണ്ട. Lൽ നിന്ന് X കുറയ്ക്കുന്നതാണിത്. ഇത് Lനോട് X കൂട്ടുകയാണ്, മുന്നിൽ എഴുതി. ഓക്കെ. അപ്പോൾ Lന് 50യോട് 10 കൂട്ടിയപ്പോൾ 60. 50യോട് 20 കൂട്ടിയപ്പോൾ 70. 50യോട് 30 കൂട്ടിയപ്പോൾ 80. 90 വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ 50 നിന്ന് 40 ആവാൻ വേണ്ടി X കുറച്ചല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? 100 എന്ന് പറഞ്ഞാൽ C ആണ്. സിയിൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പോൾ XC 90. XC 90. C എന്ന് പറഞ്ഞാൽ 100. C എന്ന് പറഞ്ഞാൽ എന്താ? 100. അപ്പോൾ 61 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? LX1. 75 എഴുതണമെങ്കിൽ LXX 5. 83 എഴുതണമെങ്കിൽ LXXX3. ഓക്കെ. ഇതെന്ത് ചെയ്താൽ മതി? 1 2 3 പുറകിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഏത് നമ്പർ ചോദിച്ചാലും ഇവിടെ നൽകിയിരിക്കുന്ന 10, 20, 30, 40, 50, 60, 70, 80, 90, 100 മനസ്സിലായല്ലോ? ഇതെന്ത് ചെയ്താൽ മതി? ആ 1 2 3 പുറകിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പർ ചോദിച്ചാലും കിട്ടും. ക്ലിയർ? ടീച്ചർ സാറ്റർഡേ എക്സാം നടത്തും. എക്സാം നടത്തുമ്പോൾ ഇതിന്ന് പോർഷൻസ് വരും കേട്ടോ. ഇന്ന് ഒരാഴ്ച പഠിക്കുന്നത് ചേർത്തിട്ട് ടീച്ചർ സാറ്റർഡേ എക്സാം നടത്തും. സാറ്റർഡേ സൺഡേയും എക്സാം നടത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്സ് മേടിക്കാനായിട്ട് പറ്റണം. ഓക്കെ. ഇത് മനസ്സിലായോ? മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? 1x വന്നാൽ 10, 2x വന്നാൽ 20, 3x വന്നാൽ 30. ഇനി 50 എന്ന് പറയുന്ന L ആണ്. L നിന്ന് 10 കുറച്ചാൽ 40. XL 40, L 50. ഇവിടെ Lനോട് 10 കൂട്ടുമ്പോൾ 60. Lനോട് 20 കൂട്ടുമ്പോൾ 70. L 50യോട് 30 കൂട്ടുമ്പോൾ 80. ഇനി ഇവിടെ C എന്ന് പറയുന്നത് 100 ആണ്. 100ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 90. XC. ഇത്രയും കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഓർമ്മിക്കണം. L1 ഏതാണ്? L ഏതാണ്? C ഏതാണ്? X ഏതാണ്?
വി ഏതാണ്? അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം കേട്ടോ. ഓക്കെ.